എൻ്റെ പേര് ആൻ മെർലിൻ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജനുവരി 28-നാണ്. ഞാനൊരു ACCA സ്റ്റുഡൻ്റാണ്, കൂടെ BCom പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ACCയുടെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നതാണ്. ഞാൻ പാസ്സാവുമെന്ന് ഞാനും വിചാരിച്ചു, എല്ലാവരും വിചാരിച്ചു. പക്ഷേ എനിക്ക് എക്സാം എഴുതാൻ കയറിയപ്പോൾ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഒന്നും എഴുതാൻ പറ്റുന്നില്ലായിരുന്നു, ഒന്നും പറ്റത്തില്ലായിരുന്നു. 50 മാർക്കാണ് പാസ് മാർക്ക്. പക്ഷേ എനിക്ക് 50 മാർക്കിനുള്ളത് എഴുതാൻ പോലും പറ്റിയില്ലായിരുന്നു. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും ഫെയിലാവുമെന്ന്. എന്നിട്ട് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ അമ്മ പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് എക്സാം പാടായിരുന്നു. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് വന്നത് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നത്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, നീ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക, നീ ഉറപ്പായിട്ടും പാസ്സാവും. കാരണം ഞാൻ എത്രയൊക്കെ പാടാമെന്ന് പറഞ്ഞിട്ടും ഇവർ വിചാരിക്കണം ഞാൻ എങ്ങനെയൊക്കെ പാസ്സാവും, അങ്ങനെ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ പ്രാർത്ഥന ചൊല്ലി എന്നും 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് പക്ഷേ ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായില്ല. അപ്പോൾ എനിക്ക് ആദ്യം സങ്കടം തോന്നിയോ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പാസ്സായില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒന്ന് എക്സാം എഴുതി നോക്കാൻ ഞാൻ വിചാരിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഒന്നാമത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എന്നോട് ആദ്യം ഇവിടെ പ്രായപരിധി ഉണ്ടല്ലോ 18 വയസ്സെന്ന്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, 18 വയസ്സായതാണോ? അപ്പോൾ ഞാൻ ഓർത്തു പോയി, പിന്നെ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇതിന് മാത്രം വലിയ സംഭവമാണോ? എനിക്കറിയത്തില്ലായിരുന്നു ഉടമ്പടി എന്താണെന്ന്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷെ ക്ലാസ് കൂടിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ആഗ്രഹം തോന്നി എടുക്കണം. പക്ഷെ അതിന് സാക്ഷ്യം പറയുന്ന കാര്യമൊക്കെ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയത് ഞാൻ സാക്ഷ്യം പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എനിക്ക് സാക്ഷ്യം പറയാൻ അറിയത്തില്ലായിരുന്നു, എനിക്ക് സാക്ഷ്യം പറയാൻ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ സാക്ഷ്യം പറയത്തില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയത്. പക്ഷെ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം, മാതാവ് എന്നെ എക്സാം പാസ്സാക്കുവാണെങ്കിൽ പാസ്സായിക്കോട്ടെ, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷെ എന്നാൽ ഞാൻ ആദ്യമൊക്കെ ഈ ഉടമ്പടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണം, എന്നും കുരിശടിക്കണം, അതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ കുരിശടിക്കാറില്ലായിരുന്നു, ബൈബിൾ വായിക്കാറില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു ദിവസം കാര്യം ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. എന്ന് പറഞ്ഞാൽ എൻ്റെ മടുപ്പങ്ങ് മാറി, ഞാൻ ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും ചെറുതായിട്ട് കൊതിയാവാൻ തുടങ്ങി സാക്ഷ്യം പറയാൻ. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചു, അയ്യോ മാതാവ്, എന്നെയും ഇതുപോലെ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാർച്ചിൽ ഞാൻ വീണ്ടും എക്സാം എഴുതി, എൻ്റെ ACCയുടെ വീണ്ടും എക്സാം എഴുതി. അപ്പോൾ ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ കാശുരൂപമൊക്കെ എൻ്റെ കൊന്തയിലിട്ടിട്ട് ഒക്കെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. എനിക്ക് ആദ്യം പത്രം കൊടുക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ പള്ളികളിൽ ചെന്ന് പത്രം കൊടുത്തു, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാൻ ചെന്നപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ ഇങ്ങനെ ഡെസ്ക്ടോപ്പിൽ ക്വസ്റ്റ്യൻ വരാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ മാതാവ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഇത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ എനിക്ക് ആരും പറഞ്ഞു തരുന്ന പോലെയല്ല, നേരെ എൻ്റെ മൈൻഡിൽ കൊണ്ട് ഇട്ട് തരുക. എനിക്കപ്പോൾ ഞാൻ ഓർത്തു, ദൈവം ഇതെന്തുവാ ഓർത്തു. അതിനായിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഓരോ എക്സിബിറ്റുകൾ വായിക്കുന്നു. എനിക്ക് എന്താ എഴുതണ്ടേന്ന് അപ്പം തന്നെ ഇങ്ങനെ എൻ്റെ മൈൻഡ് വരിക. എനിക്ക് വെറുതെ ടൈപ്പ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിന് കയറുന്നതെന്നും പ്രാർത്ഥിച്ച ഒരൊറ്റ കാര്യമുള്ളൂ, പാസ്സായില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ എക്സാം എഴുതി കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരരുതെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ മാതാവ് കാണിച്ചു തരുന്ന പോലെയല്ല, എനിക്കെല്ലാം ഇങ്ങനെ മൈൻഡിൽ കൊണ്ടിട്ട് തരുമായിരുന്നു. എനിക്ക് വെറുതെ ടൈപ്പ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. എന്നിട്ട് എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവും. കാരണം എന്ന് വെച്ചാൽ മാതാവ് കാണിച്ചെന്ന് ഉത്തരം ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ അത് മാതാവിൻ്റെ അടുത്ത് ഈശോയുടെ അടുത്ത് വന്ന് പറയണം. കാരണം ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നത് UK 12 മണി സമയത്താണ്. അപ്പോൾ ഇവിടെ ഒരു പകൽ 5:30, ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതിയപ്പോൾ പകൽ 5:30 അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് റിസൾട്ട് നോക്കിപ്പോയി പള്ളിയിൽ പോയിട്ട് വരാമെന്ന്. പക്ഷേ ആ സമയത്തും
ഈ ഏപ്രിൽ റിസൾട്ട് വന്നപ്പോൾ 4:30-ആയിരുന്നു. അപ്പോൾ 4:30 റിസൾട്ട് വരുമ്പോൾ എൻ്റെ ഉറക്കമൊക്കെ പോയി. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ ഫോണിൽ മെസ്സേജ് വന്നത് അറിയാൻ പറ്റി, റിസൾട്ട് വന്നു എന്ന്. പക്ഷേ എനിക്കാണെങ്കിൽ നോക്കണം എന്നുണ്ട്. ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞും പോയി. എനിക്കാണെങ്കിൽ പക്ഷെ നോക്കണം എന്നുണ്ട്. ഞാനാണെങ്കിൽ എന്നിട്ട് പതുക്കെ ഒരു 4:45 ആയപ്പോൾ എഴുന്നേറ്റ് ഞാനാണെങ്കിൽ ഇങ്ങനെ എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. സാധാരണ 5:30-ക്കാണ്, പക്ഷേ എനിക്ക് നോക്കാൻ കൊതിയായതുകൊണ്ട് എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലി. എന്നിട്ട് ഞാനാണെങ്കിൽ ബൈബിളും എടുത്ത് വായിച്ചു. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ വചനം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ എനിക്ക് പാസ്സാവും എന്നുള്ളൊരു രീതിയിലുള്ളൊരു വചനം തന്നെ കിട്ടിയത്. പിന്നെ സ്വർഗത്തിൻ്റെ ദൈവം നിനക്ക് വിജയം നൽകും, നെഹെമ്യാ 2:20 അത് എപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു വചനം. പിന്നെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് ഏശയ്യാ 41:10 ഇതൊക്കെ എനിക്ക് എപ്പോഴും കിട്ടും. ഞാൻ ബൈബിൾ തുറക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനത്തെ വചനങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ എന്തായാലും പാസ്സാവും എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്ന വചനങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ പാസ്സായി. എനിക്ക് 56 മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരും എന്തായി റിസൾട്ട് എന്ന് ചോദിച്ചോണ്ട് എനിക്കാണെങ്കിൽ ആരോടും അത് പാസ്സായല്ലേ. ഇനി അടുത്ത എന്താണ് കിട്ടിയത്? അമ്മ മാതാവിന്റെ കൃപയാല ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് കിട്ടിയത്. അടുത്തത് എന്താണ് ഇനി പറയാനുള്ളത്? ചുരുക്കി പറയുക. അടുത്തത് ഞങ്ങൾക്ക് ബാങ്കിലൊരു ലോൺ അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് മാർച്ച് മാസം അടച്ചില്ലെങ്കിൽ വീട് ജപ്തിയാവും, അങ്ങനെ ഒരു ഇത് വന്നായിരുന്നു. അപ്പോൾ എന്നോട് അമ്മ ഇത് പറഞ്ഞത് ഒരു ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പം ഞാനാണെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ ഒരാഴ്ച സമയം തരാം, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരഞ്ഞാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഒരു ബുധനാഴ്ചയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച്. അടുത്ത ബുധനാഴ്ച ആയപ്പോൾ ഞങ്ങൾക്ക് ബാങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റി. പല വ്യക്തികൾ വഴി ഞങ്ങൾക്ക് പൈസ കിട്ടി, ബാങ്കിൽ കൊണ്ട് പൈസ അടയ്ക്കാൻ പറ്റി. ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ബുധനാഴ്ച ആയപ്പോൾ പിന്നെ അതായിരുന്നു രണ്ടാമത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം. പിന്നെ മൂന്നാമത് എൻ്റെ അമ്മ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്, ഒരു കെയർ ഗീവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഒരു ദിവസം വൈകുന്നേരം നടക്കാൻ പോയപ്പോൾ അമ്മയുടെ പേഴ്സ് മോഷണം പോയി. അതിൻ്റെ അകത്ത് അമ്മയുടെ ഫോണ്, ഒരു കൊന്ത, അമ്മ ജോലി ചെയ്യുന്ന 2 വീടുകളുടെ താക്കോലുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ആ ദിവസം ഞങ്ങളെ വിളിക്കാൻ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താ സംഭവം, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച അമ്മ സാധാരണ പോലെ വിളിക്കാത്തായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ അനിയത്തി അവിടെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും അമ്മയുടെ ഫോൺ മോഷണം പോയെന്ന്. അമ്മ പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തായിരുന്നു. അവർ പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ പോയ ഫോൺ തിരിച്ചു കൊടുക്കണേ, കാര്യം അതിൻ്റെ അകത്താണ് എല്ലാം ഉള്ളതെന്ന്. പക്ഷേ മാതാവ് പോയ ഫോൺ തിരിച്ചു കൊടുത്തില്ല. പക്ഷെ അതിന് പകരം അമ്മയ്ക്ക് വേറെ ഞങ്ങളെ വിളിക്കാൻ ഒരു മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. പകരം അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിൽ തന്നെ ആ വീട്ടിലത്തെ മോൾ അമ്മയ്ക്കൊരു ഫോൺ കൊടുക്കുകയും പിന്നെ അത് മാത്രമല്ല അമ്മയ്ക്ക് അമ്മയുടെ ഫ്രണ്ട് വേറൊരു ഫോൺ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയ്ക്ക് ഒരു ഫോൺ പോയപ്പോൾ 2 ഫോൺ കിട്ടി. പിന്നെ അത് മാത്രമല്ല അന്ന് അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ താക്കോലാണ് പോയത്. അപ്പോൾ അവിടുത്തെ ഹീബ്രു ഭാഷയാണ്. അമ്മയ്ക്ക് ഹീബ്രു ഭാഷ ഇത്രയും നാൾ നിന്നുകൊണ്ട് അറിയാം, പക്ഷെ എന്നാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പക്ഷെ എന്നാലും മാതാവ് ഇടപെട്ട് അത് അമ്മയ്ക്ക് താക്കോലും ശരിയാക്കി കൊടുത്തു. എല്ലാം മാതാവ് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അമ്മയ്ക്ക് ശരിയാക്കി കൊടുത്തു. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു സാക്ഷി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ 8 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നതാണ് ഇസ്രായേലിൽ. അപ്പോൾ അമ്മയുടെ വിസയുടെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ അമ്മ നോക്കുന്ന പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചിങ്ങോട്ട് വരണമായിരുന്നു. ഇപ്പം അമ്മയുടെ പേഷ്യൻ്റ് കുറേ വർഷങ്ങളായിട്ട് വയ്യാണ്ട് കിടക്കുക, തളർന്ന് കിടക്കുക. അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയുടെ പേഷ്യൻ്റ് 1 മാസം മുമ്പ് മരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് തിരിച്ചിങ്ങോട്ട് വരണമായിരുന്നു. പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് ആ സമയത്ത് വേറൊരു വരുമാന മാർഗ്ഗമില്ല, കടമുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഞങ്ങൾക്കതൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്തായിരുന്നെന്ന്. അപ്പോഴും ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ സ്പെഷ്യൽ വിസയിൽ അവിടെ ഒരു ജോലി ലഭിച്ചു. വിസയുടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാതാവ് എന്തായാലും ശരിയാക്കി തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ അമ്മയ്ക്കൊരു ജോലി ലഭിച്ചു, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലാത്തൊരു ജോലി അവിടെ ലഭിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി വെച്ചിരുന്നൊരു കാര്യമായിരുന്നു ഇത്, എൻ്റെ അനിയൻ്റെ പഠിത്ത കാര്യം. അവന് നല്ല മടിയായിരുന്നു. അപ്പോൾ അവനെ ഇങ്ങനെ സ്കൂൾ മാറ്റാനുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ ജോലി പോയതുകൊണ്ടും വരുമാന മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക്
അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ ആഗ്രഹം എന്താണ്, ഇപ്പം മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ അവിടെ അഡ്മിഷൻ കൊടുത്തേരാം, അല്ലെങ്കിൽ അവൻ പഴയ സ്കൂളിൽ തന്നെ പഠിച്ചോട്ടെ. കാരണം ആ സ്കൂളിൽ തന്നെ ഞാനും പഠിച്ചു, എനിക്കും അവൻ അവിടെ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ വിചാരിച്ചു മാതാവിന് ഇഷ്ടം എന്താണോ, അവന് നല്ല എന്താണെന്ന് മാതാവിനല്ലേ അറിയത്തുള്ളൂ. അപ്പം മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം എന്നിട്ട് മാതാവ് അവന് പുതിയ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുകയും അവനിപ്പോൾ അവിടെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കുരിശരക്കത്തില്ലായിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ നല്ല രീതിയിൽ പുറകോട്ടായിരുന്നു. ഞങ്ങൾക്ക് കുരിശരയ്ക്കാൻ മടിയായിരുന്നു. ഇങ്ങനെ ബാക്കി പള്ളി ഞായറാഴ്ച പള്ളി പോവും, പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ കൂടും. പക്ഷെ എന്നാലും വീട്ടിൽ കുരിശരയില്ലായിരുന്നു. ഞങ്ങൾക്ക് കുരിശരയ്ക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഒന്നെങ്കിൽ പെസഹായിക്ക് അല്ലെങ്കിൽ ക്രിസ്മസിന് അത്രയും മാസം കൂടിയൊക്കെയായിരുന്നു കുമ്പസാരിക്കത്തുണ്ടായിരുന്നുള്ളൂ. ബൈബിള് എങ്ങാനും കുരിശ് വരയ്ക്കുമ്പോൾ അല്ലാണ്ട് തുറന്നു നോക്കാറ് പോലും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തന്നെ എല്ലാ ദിവസവും ആദ്യം കൊന്തയെല്ലാം ചൊല്ലി. പിന്നെ ഞാൻ വീട്ടിൽ പോകാൻ തുടങ്ങിയപ്പോൾ പപ്പയാണേലും അനിയനാണേലും ഇവർക്കൊക്കെ ആദ്യം ഭയങ്കര മടിയായിരുന്നു. പക്ഷെ എന്നാൽ പപ്പയാണേലും അനിയനാണേലും ഇവരൊക്കെ ഞാൻ കുരിശ് വരയ്ക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, പിന്നെ കുമ്പസാരിക്കുന്നു. ഞാനിപ്പോൾ എല്ലാ ദിവസം പള്ളിയിൽ പോവും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഉടമ്പടി എടുത്തിട്ട് കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ ജീവിത രീതി വന്ന മാറ്റമാണ്. എനിക്കതിൽ മാതാവിനോടും ഈശോയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോടും ഈശോയോടും ഒത്തിരി നന്ദി പറയുന്നു. ആൻ മാർട്ടിൻ ജോബി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ മകൾ ആദ്യം പറഞ്ഞ സാക്ഷ്യം എന്ന് പറയുന്നത് ACCSBL എന്ന് പറഞ്ഞ ഫൈനൽ എക്സാമിനേഷന് ഇവൾ ആദ്യത്തെ പ്രാവശ്യം എഴുതിയിട്ട് തോറ്റുപോയി. പിന്നീട് വളരെ ടഫായിരുന്നു അവർക്ക് പരീക്ഷ. അത് 2ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത് അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അത് അമ്മ മാതാവ് കൂടെ ഇരുന്ന് എഴുതി കൊടുക്കുന്നത് കണക്കാണ് അവൾ പറഞ്ഞത്, സാക്ഷ്യം പറഞ്ഞത്. അത് പാസ്സാകുകയും ചെയ്തു. 2ാമതെന്ന് പറഞ്ഞാൽ അവരുടെ ബാങ്കിൽ ഒരു 5 ലക്ഷം രൂപയുടെ ലോണുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്കകം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നും പറഞ്ഞ് ജപ്തി നോട്ടീസ് വന്നിരുന്നു. അപ്പോൾ അത് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മാർച്ച് മാസത്തിൽ അടയ്ക്കണമെന്നും പറഞ്ഞ് പിന്നെ ജപ്തി നോട്ടീസ് വന്നിരുന്നു. അപ്പോൾ ഈ സഹോദരി എന്ന് പറയുന്നത് കണ്ണീരോടുകൂടി അമ്മ മാതാവിൻ്റെ അടുത്ത് ഒരാഴ്ചക്കകം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അത് കൊടുക്കാനായിട്ടുള്ള ഒരു വഴിയും കാണുന്നില്ല. അപ്പോഴാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് പലരിൽ നിന്ന് ആ കാശ് കളക്ട് ചെയ്ത് ആ ഒരാഴ്ചക്കകം തന്നെ കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് അതാണ് ഉടമ്പടിയെടുത്ത് അത് ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ സമയത്തിൻ്റെ അമ്മ അത് സാധിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം സ്വരുക്കൂട്ടി ആ പൈസ അവിടെ എത്തിക്കുകയാണ്. പിന്നീടെന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് ഇസ്രായേലിലായിരുന്നു, ജോലിയായിരുന്നു. അവിടെ ജോലി ചെയ്തെന്ന് പറയുന്നത് കെയർ ഗിവറായിട്ടായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പം അത് അവിടെ ചെയ്യുന്നു. പക്ഷേ ജോലി അവിടെ നിന്ന് തീർന്നിഞ്ഞ് പോരുന്നു. അതിന് ശേഷം എന്ന് പറയുന്നത് ഇപ്പം വീണ്ടും അങ്ങേക്ക് അവിടെ പോയി ജോലി ചെയ്യാനുള്ള എല്ലാവിധ സംരംഭങ്ങളും ഒരുക്കി കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റു പല കാര്യങ്ങളും പിന്നീട് പറഞ്ഞത് പ്രാർത്ഥിക്കില്ലായിരുന്നു. വീട്ടിൽ പ്രാർത്ഥന എന്നില്ല. ഏതൊരു ഭവനത്തിൽ പ്രാർത്ഥനയില്ലേ അവിടെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നിടമെന്ന് പറയുന്നത് പിശാചിൻ്റെ ആധിപത്യമായിരിക്കും. അവിടെ കലഹങ്ങളും കുട്ടീശ്വരങ്ങളും എല്ലാം ഉടലെടുക്കും. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് ഭവനത്തിൽ പ്രാർത്ഥനയില്ല, വചനവായനയില്ലെങ്കിൽ അവിടെയൊക്കെ തകർച്ചകളായിരിക്കും. അതുകൊണ്ടെന്ന് പറയുന്നത് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നന്നായി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ഒരു മാനസിക മാറ്റം അവർക്ക് കുടുംബത്തിലുള്ള എല്ലാവർക്കും വന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പാസ്സാകാത്ത പരീക്ഷ, അതായത് ജെറമ്യ 33:3 പറയുന്നത് എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പറയുന്ന ഈശോ. അത് ഈ മകൾക്ക്
ബുദ്ധിയെ പ്രകാശിപ്പിച്ച് അമ്മ മാതാവ് കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് വിജയിച്ച്. അതുപോലെ തന്നെ ആ ബാങ്കിലെ കടങ്ങളും ഇതെല്ലാം എന്ന് പറയുന്നത് എല്ലാം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് ഫിലിപ്പിയർ 4:19 പറഞ്ഞ വചനം ഈ മകള് ഉടമ്പടി എടുത്തതിലൂടെ നിറവേറുകയായിരുന്നു. നമുക്ക് ഇവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിനെ ഈശോയെയും ശക്തമായി മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം.